പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ നമ്മളെ അമ്പലക്കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ. ഇതിൽ നിറയെ ഇപ്പോൾ ചെറിയ മീനുകൾ പാറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുട്ടികളുണ്ട് ഇവിടെ. ഇതിൽ നിറയെ ഗപ്പികളാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഗപ്പികൾ ഈ ഒരു കളറുള്ളൂ കേട്ടോ, വേറെ കളറില്ല. അതിൻ്റെ എരുത്ത് ചെറിയ കുഞ്ഞുങ്ങളായിട്ട് കാണില്ല, ഒരു മഞ്ഞ. അത് അവിടെ കാണണം, നമ്മൾ സൂം ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതാ ഈ ഒരു മഞ്ഞയും വെള്ളയില്ലേ, അതിൻ്റെ കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ എല്ലാവരും ഒന്ന് ഈ വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പറഞ്ഞിട്ടൊന്നും വേണ്ട, എല്ലാ യൂട്യൂബേഴ്സും പറയണതാണ്. അപ്പോൾ ഞാനും അതൊന്ന് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ട് കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. ഇതിലൊരു ഈ ഗപ്പികൾ ഒരു 500 ഗപ്പികളൊന്നും അല്ല കേട്ടോ, നിറയെ ഗപ്പികളാണ്. ഇതിപ്പോൾ ഞാൻ ഈ തീറ്റ ഇട്ട് കൊടുക്കുന്ന ഒരു സമയമായിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ. ഇവരായിട്ട് നല്ല ഒരു ഇണങ്ങി ഇണങ്ങിയൊരു ഇതാണ് കേട്ടോ. അവർക്ക് പേടിയൊന്നുമില്ല. നമ്മളിങ്ങനെ ഒന്നും ഇങ്ങനെ തീറ്റ കൊടുക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വരും. അപ്പോൾ അതാണ് ഞാനിപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കുന്ന കരുതിയിട്ടാണ് അവർ ഇത് ഇങ്ങനെ എടുത്തേക്ക് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ തീറ്റ ഇട്ട് കൊടുക്കാത്ത അവിടെ തീറ്റ ഇന്നലെ ഇട്ട് തന്നെ ബാക്കിയുണ്ട്, അവർ കഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ കൂടുതൽ തീറ്റ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ തീറ്റ പഴയത് കഴിക്കുമ്പോൾ അവർക്ക് അസുഖങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേറെ തീറ്റകൾ ഇട്ട് കൊടുക്കാത്തത് കേട്ടോ. അതിൽ ഇഗ്ലോ ഫിഷ് ഉണ്ട് കേട്ടോ. അതിന് ഭയങ്കര പേടിയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ പേടിച്ചിട്ട് അവർ ഇതിൻ്റെ അടിയിലേക്ക് പോയതാണ്. അപ്പോൾ നമ്മളിങ്ങനെ വലിയ ഒച്ചയൊന്നുമില്ലാതെ കുറേ നേരം ഇവിടെ നിൽക്കുമ്പോൾ മാത്രമാണ് നമ്മൾ അവർ എരുത്തേക്ക് വരും കേട്ടോ. ഇതിങ്ങനെ കണ്ടില്ലേ, ഇപ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ ഇളക്കുമ്പോൾ അവരിങ്ങനെ എടുത്തേക്ക് വരണുണ്ടല്ലേ അല്ലേ. അങ്ങനെ ഇതിങ്ങനെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലേ, എനിക്ക് പേടിയൊന്നുമില്ല കേട്ടോ. പേടിയില്ല പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്നും തീറ്റ കൊടുത്തുകൊണ്ട്. അപ്പോൾ ഈ കുളത്തിൻ്റെ ചുറ്റും നമ്മൾ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ചുറ്റുഭാഗത്ത് നമ്മൾ ഇത് റെഡ് പ്ലാന്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഭാഗത്ത് ഫുള്ളായിട്ട് വെച്ചിട്ടുണ്ട്. ഒക്കെ ഇപ്പോൾ നമ്മൾ അടുത്ത് വെച്ചിട്ടുള്ളത് പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് നമ്മളിതിൻ്റെ ഇങ്ങനത്തെ ഇവിടെ ഇങ്ങനെ മുറിച്ചിട്ട് ഇതിങ്ങനെ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു 3-4 വയസ്സ് കൊണ്ട് അതിൻ്റെ വേര് പിടിക്കും കേട്ടോ. പിന്നെ ഈ ഒരു മീനിൻ്റെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചുവപ്പ് കണ്ടില്ലേ, അതിൻ്റെ ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഇഗ്ലൂ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അതിൽ കാണുന്നില്ല. അത് ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റൊരു മറിഞ്ഞ് നിൽക്കണതുകൊണ്ട് എന്താ അറിയില്ല, കാണുന്നില്ല. നമ്മൾ പേടിച്ചിട്ട് ഇങ്ങനെ ഈ ഇലൻ്റെ അടിയിലെ ഈ ആമ്പലിൻ്റെ കണ്ടിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ മറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഈ ആമ്പൽ ഇതിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം എന്താ, ഈ വെള്ളം കേടുവരില്ല കേട്ടോ. എപ്പോഴും ഇത് തെളിഞ്ഞുകൊണ്ടിരിക്കും. ഈ ആമ്പലില്ലെങ്കിലാണ് ഇത് പച്ച കളറാകുക ഈ വെള്ളം. ഈ ആമ്പലുണ്ടായതുകൊണ്ടാണ് ഇതിൻ്റെ ഇത്ര തെളിയാൻ ഈ വെള്ളം മാറ്റലില്ല കേട്ടോ. പിന്നെ അത് നമ്മളടുത്തൊരു ചെറിയൊരു കുളമുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, ഇതൊരു ചെറിയ കുളമാണ്. ഇത് അതിലുണ്ട് കേട്ടോ ഗപ്പികൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇത് ഇതിൽ ഈ ടാങ്ക് പൊട്ടിയത് കൊണ്ടാണ് വെള്ളം കുറച്ച് ഇട്ടിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഇതിനൊരു വല ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു റൗണ്ടായിട്ട്. അത് നമ്മൾ രാത്രി അത് ഒഴിവാക്കി വെക്കും, ഒരു വൈകുന്നേരം ആയാലും. പിന്നെ നേരം വെളുക്കുമ്പോൾ വീണ്ടും വെക്കുകയാണ്, അല്ലെങ്കിൽ അത് കൊക്കുകൾ വന്നിട്ട് ഇതാക്കട്ടെ. അതിങ്ങനെ ഒരു പൈപ്പുമ്മേ നമ്മളിങ്ങനെ ഈ ഒരു വല കോർത്തതാണ് കേട്ടത്. ഇതിങ്ങനെ ജോയിൻ്റ് ചെയ്യുക ഒരു പൈപ്പ്, എന്നിട്ട് നല്ല റൗണ്ടായിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് വെക്കാനും ഒക്കെ സൗകര്യമാണ് കേട്ടോ. അതിങ്ങനെ അങ്ങോട്ട് കൊടുന്ന് ഇങ്ങനെ വെച്ചാൽ മതി. ഈ ഒരു പ്രശ്നമൊന്നും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് മാറ്റി കൊടുക്കാം കേട്ടോ. ഇതിങ്ങനെ വെച്ചാൽ മതി. ചെടികളൊന്നും അടിയിൽ പെടാതെ ചുറ്റോറും പാടുണ്ടെങ്കിൽ നമ്മളിതിങ്ങനെ ചെയ്താൽ മതി.
എന്നാലും നമ്മൾ ഈ പിന്നെ നേരം വെളുത്ത് കുറച്ച് കഴിഞ്ഞാലാണ് ഈ ആമ്പലൊക്കെ വിരിയുക. ആമ്പൽ വിരിയോളം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് വിരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് അങ്ങനെ ഇട്ട് കൊടുക്കലാണ് പതിവ് കേട്ടോ. പിന്നെ ഇതിൽ തവളകൾ വരുന്നുണ്ട്. തവളകൾ വന്ന് മീനുകളെ പിടിക്കുമോ എന്താ അറിയില്ല. ഏതായാലും തവളകളൊക്കെ മാറ്റിയിട്ടുണ്ട്. നമ്മളവിടെ ഇലച്ചെടികളുണ്ട് കേട്ടോ. ഇലച്ചെടികൾ കൂട്ടത്തിൽ തന്നെയാണ് ഇതിൻ്റെ സൈഡിൽ നമ്മൾ പിന്നെ ഇങ്ങനെ ഈ റെഡ് പ്ലാന്റ് വെച്ചിട്ടുള്ളത്. റെഡ് പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മൾ പിന്നെ ഇടയിലൊരു പച്ച കളർ എന്തെങ്കിലും ഒരു പിന്നെ ചെടി നമ്മൾ നട്ടുകൊടുക്കൽ നിർബന്ധമാണ് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭംഗി കിട്ടില്ല. ഇനിയിപ്പോൾ അത് ഈ ഒരു ഭംഗി കിട്ടണമെങ്കിൽ നമ്മളിതൊക്കെ ഇതിന് കറക്റ്റായി വെട്ടി കൊടുക്കണം, എന്നാലും ആ ഒരു ഭംഗി അതിന് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇടയിലുള്ള അങ്ങനെ ഇതാക്കിയിട്ട് നമുക്ക് വേണ്ടിടത്തേക്ക് പിന്നെ അതിൻ്റെ ചെറിയ പീസുകൾ നടുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വളരുന്ന വലിയൊരു വളമൊന്നും വേണ്ടാത്തൊരു ചെടിയാണ്. ഇതുണ്ടല്ലോ ഇവിടെ റോസ്, നമ്മൾ ഈ ഒരു പൈപ്പാണ്, ഇത് വലിയൊരു പൈപ്പാണത്. ഈ പൈപ്പിൻ്റെ ഉള്ളിലൊരു ചെടിയുണ്ട്, അതിൻ്റെ പേരറിയില്ല, ഒരു വള്ളിയാണ്, നല്ല പടർന്നിങ്ങനെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടി അങ്ങ് വലുതായിട്ട് ഇവിടെ മുകളിൽ പൊങ്ങൂട്ടോ. ഒരു വലിയൊരു പോക്കായലിൻ്റെ ഒരു ആസ്പെറ്റോസിൻ്റെ പൈപ്പാണിത് കേട്ടോ. ഏകദേശം ഒരു 4 മീറ്ററോളം ഉണ്ടാവും അത്. പിന്നെ ഒരു ആസ്പെറ്റോസിൻ്റെ പൈപ്പിൻ്റെ നീളം നമുക്ക് അറിയാമല്ലോ, അത്ര അത് ഉള്ളത്. ഒന്നായിട്ടാണ് വെച്ചാൽ അത് കട്ട് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ ചീര അതൊക്കെ പിന്നെ അതിൻ്റെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് കുറച്ച് നമ്മൾ ഇവിടെ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ ആ ഭാഗത്ത് അതുവരെ ചീരയായിരുന്നു. അപ്പോൾ ഇതൊക്കെ പറിച്ചിട്ട് പുതിയ ചീര നമ്മൾ നട്ടു. അപ്പോൾ നമ്മൾ ആവശ്യത്തിനൊരു കുറച്ച് അവിടെ നിർത്തിയതാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ചീര കിട്ടും ചെയ്യും. ഇത് ഏകദേശം വലുതാകുമ്പോൾ നമുക്ക് പിന്നെ അവിടെ പറിച്ചിട്ട് പുതിയ ചീരകളെ പിന്നെ നടാലോ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇവിടെ പച്ചയും പിന്നെ ചുവപ്പും കൂടി മിക്സായിട്ടാണ് ഇതാക്കി കേട്ടോ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ളാത്താങ്കര ചീര പറഞ്ഞൊരു പുതിയൊരു ചീരയാണിത്. നമ്മളിവിടെ വഴുതനങ്ങ പിന്നെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വീണ്ടും ഇതിന്മേൽ ഉണ്ടാവണുണ്ട് കേട്ടോ. കണ്ടില്ല, ഇതിന് നല്ല കായ പിടിക്കണം. ഒരു കൊലയിൽ തന്നെ 3 ഒക്കെ വരുന്നുണ്ട്. കണ്ടില്ല, ഇത് നമ്മളിപ്പോൾ ഫുള്ള് ഒന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും അതിന്മേൽ കായകൾ ഉണ്ടാകുന്നുണ്ടോ. അതുപോലെ തന്നെ അവിടെ തെച്ചി പിന്നെ ഇത് പൂവിട്ടിട്ടുണ്ട്. ഒരു ചീരയാണ് കേട്ടോ. ഇത് ചീര ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇതിൽ ഇടയിൽ മിക്സായിട്ട് കോഴിച്ചീരയുണ്ട് കേട്ടോ. ഇത് കണ്ടില്ല, ഇവിടെ മുളക് കണ്ടില്ലേ, മുളക് നല്ല കായുണ്ട് ഇതിന്. ഇത് കണ്ടില്ല, മുളക് ഇത് നിറയെ മുളകുകളാണ് കേട്ടോ. ഇതിലൊക്കെ നല്ല മുളകുണ്ട്. ഇതൊക്കെ പറിക്കാനായിട്ടുണ്ട്, പിന്നെ മൂത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ എന്താ പറയുക 10 മണിയാണ് കേട്ടോ. 10 മണി പൂവാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ബോഗൺവില്ല ഉണ്ട്. ഈ ബോഗൺവില്ല മണ്ണിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ കട്ട ഈ ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്ക് പോയിട്ടുണ്ട്. ഇതിപ്പോൾ കുറഞ്ഞൊരു മണ്ണിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പൂ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് അവിടെ നിന്ന് പറിച്ചിട്ട് അത് വേറെ പിന്നെ നട്ട് ഇതാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇപ്പോൾ അതങ്ങനെ അവിടെ നിർത്തിയതാണ്. കണ്ടില്ല, അത് ഇതിൻ്റെ വേര് ഇവിടെ ഇത്ര ഉള്ളൂ ഇതിന് വേര് കേട്ടോ. ബാക്കി നമ്മൾ ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്ക് പോയതാണ്. അതുകൊണ്ടാണ് ഇത്ര വളർച്ച ഉണ്ടാകുന്നത്. ഇതും ഇൻ്റർലോക്കിൻ്റെ അടിയിലേക്ക് പോയത് നമ്മൾ അതവിടെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചാണിത്. ഇതിൻ്റെ ചെറിയ 2 കൊമ്പുകൾ ഇവിടെ വെച്ചിട്ട് അതിമ പൂവായിട്ടുണ്ട് കേട്ടോ. ഇത് മഞ്ഞ കളറാണ് ഇതിൻ്റെ ഇത്, മഞ്ഞ കളറ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ നട്ടിട്ടുള്ളത് പിന്നെ ഇതൊരു പിന്നെ റോസ് അല്ല, പിന്നെ വയലറ്റും അല്ല, അങ്ങനത്തെ ഒരു കളറ്. എന്ത് കളറാണിത്? ചുവപ്പും അല്ല കേട്ടോ, ഒരു വയലറ്റ് കൂടിയൊരു കളറാണിത്. നമുക്ക് ഈ ക്യാമറയിൽ ഇതിൻ്റെ ഒറിജിനൽ കളറ് മനസ്സിലാവില്ല കേട്ടോ. കണ്ടില്ല, ഇത് നല്ല ഇടതൂർന്നുണ്ടാകുന്ന ഇതാണ് കേട്ടോ, പൂവാണിത്. അതുപോലെ തന്നെ അതിൻ്റെ ആ കാലാവധി ഇങ്ങനെ തീരുന്നതിനനുസരിച്ച് ഇതിന് കളറിന് ചേഞ്ച് വരുന്നുണ്ട്. കണ്ടില്ല, ഇത് ഇവിടെയൊക്കെ നല്ല കട്ടായിട്ടുണ്ടാവണതാണ് കേട്ടോ പൂവ്. ഇപ്പോൾ പുതിയ പൂവ് കുറച്ച് വലിപ്പമുണ്ട്. ഇപ്പോൾ ഈ മഴയൊക്കെ പെയ്ത് ഒന്ന് ഇതായതാണ്. അപ്പോൾ ഇതിന് തിക്നെസ് കുറവാണെങ്കിലും നല്ല വലിപ്പമുള്ള പൂക്കളാണിത്. കണ്ടില്ലേ, ഈ ഭാഗത്ത് യൂഫോർബിയ ആണ് കേട്ടോ. ഞാൻ യൂഫോർബിയ ഇത് പിന്നെ ഇടയ്ക്ക് കാണിക്കണതാണ്. ഇത്
പിന്നെ നല്ല പൂക്കളാണിത്, നല്ല ബൊക്ക പോലെയാണ് ഇതിൽ നിൽക്കുന്നത്. ഇത് ഒരൊറ്റ തണ്ടുമ്മലാണ് ഈ ഒരു പൂവ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ കാലാവധി തീരുമ്പോൾ അതിൻ്റെ ഒരു പച്ച കളറും പിന്നെ ഒരു ഇങ്ങനെ പുള്ളിയൊക്കെ ആയിട്ട് ഇങ്ങനെ മാറും കേട്ടോ. ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണിത്. പിന്നെ അതിമ ഇത് കണ്ടില്ലേ, നല്ല ഒരു റൗണ്ട് ഷേപ്പിൽ ഇത് ഫുള്ള് പിന്നെ നല്ല തിക്കായിട്ടാണ് പൂവ്. ഒരുപാട് മാസങ്ങളോളം നിൽക്കും കേട്ടോ ആ പൂവ്. അങ്ങനെ പൂവ് ഇങ്ങനെ കൊഴിഞ്ഞാടി പോവില്ല, അത് കഴിയുമ്പോൾ തന്നെ ഉണങ്ങിയിട്ട് അവിടെ നിൽക്കും. ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ഇത് ഭാഗണ്ട, ഇത് കണ്ടില്ലേ, ഒരു കറുത്ത ഒരു കുത്ത്, അതവിടെയാണ് അതിൻ്റെ വിത്ത് ഉണ്ടാവുക കേട്ടോ. ആ വിത്ത് നമുക്ക് വേണമെങ്കിൽ പിന്നെ അങ്ങനെ പിന്നെ പായിട്ട് മുളപ്പിക്കാം. പിന്നെ അല്ലാതെ തണ്ട് മുറിച്ചിട്ടും നമുക്കിത് പിന്നെ ഇതാക്കി തൈയാക്കി പിടിപ്പിക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് അങ്ങനെ തൈ ഉണ്ടാക്കിയതാണിത്. പിന്നെ ഇവിടെ ഉണ്ട് അത് ഒരു പച്ച കളറാണ് കേട്ടത്. പിന്നെ പച്ച കളറല്ലാതെ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് പിന്നെ അതിൻ്റെ ആ കളറ് പച്ചയ്ക്ക് മാറുന്നത് കേട്ടോ. അല്ലാതെ ഇത് പച്ച കളറൊന്നുമല്ല. പിന്നെ അതുപോലെ ഇത് വെള്ളയാണ് കേട്ടോ. ഉണ്ടാകുമ്പോൾ തന്നെ ഒരു കുറഞ്ഞൊരു പച്ച കൂടിയൊരു വെള്ളയാണ്, പിന്നെ അത് ഇങ്ങനെ ഒരു വെള്ളയ്ക്ക് മാറുകയാണ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഇനി കൂടുതൽ നീട്ടിക്കൊണ്ടു പോകണില്ല കേട്ടോ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ കൃഷിനെ പറ്റി ചെടിയെ പറ്റി എന്തെങ്കിലും ടിപ്സുകളുണ്ടെങ്കിൽ പിന്നെ അറിവുകളുണ്ടെങ്കിൽ ഒന്ന് പിന്നെ കമൻറ്റിലൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അത് അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാർക്കും പിന്നെ അതൊരു പിന്നെ ഇതിൻ്റെ പ്രേക്ഷകർക്കും ഇത് ഒരു ഉപകാരമായിക്കാരം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.